അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ നമ്മുടെ ഈ ഫിഫ്ത്ത് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിക്കുന്നത് ടീം വൈറ്റ് ആണ് നമ്മുടെ നായകൻ എന്ന് അറിയിക്കുന്ന ഈ ഒരു സീനാട്ടോ. ഇത് കാണുമ്പോൾ രണ്ടുപേരും, അതായത് നമ്മുടെ ലോയറും നമ്മുടെ നായകനും വിചാരിക്കുന്നുണ്ട്, അല്ല ഇവള് ടീം ബ്ലൂ അല്ലേ എന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു മണിക്കൂർ മുൻപത്തെ ഒരു ഫ്ലാഷ് ബാക്ക് ആട്ടോ കാണിക്കുന്നത്. ഈ സ്പോർട്സ് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുൻപ് നമ്മുടെ ജേഗ്യു ആണെങ്കിൽ ഹെഡ് മാസ്റ്ററിനെ കണ്ട് ഓൾറെഡി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം മരം മുറിച്ചപ്പോൾ ചെറിയൊരു പ്രശ്നം കിട്ടി കാലുമേ, അതുകൊണ്ട് എനിക്ക് പകരം റെപ്രസെൻറ്റേറ്റീവായിട്ട്, അതായത് പാരൻസിൻ്റെ സൈഡിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവോ അല്ലെങ്കിൽ ലീഡറോ ആയിട്ട് എനിക്ക് പകരം ഈ അമ്മമ്മ നിൽക്കും എന്ന് പറയണം കേട്ടോ. ഈ വയസ്സായ ഗ്രാൻഡ് മാറാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെഫ്യൂവിൻ്റെ ഫ്രണ്ടിലെ ഒരു ഡോങ്പിയോ അവൻ്റെ അമ്മാമയാട്ടോ. അമ്മമ്മ പറയുന്നുണ്ട്, അതെ എനിക്ക് 12ാമത്തെ വയസ്സിലൊക്കെ ഞാൻ ഒരുപാട് ഓടി പ്രൈസ് വാങ്ങിയിട്ടുള്ളതാണ്, അതുകൊണ്ട് സ്പോർട്സ് ഫെസ്റ്റിവലിൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെ ലീഡർ ആയിക്കോളാം, ഞാനാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്നാണ് ഈ അമ്മമ്മ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുകയാണ് കേട്ടോ. കാരണം ഹെഡ് മാസ്റ്റർ ടീം ബ്ലൂ ആണ്, അപ്പോൾ ജയിക്കൂ അല്ലെങ്കിൽ എന്തായാലും ടീം ബ്ലൂവിനെ ജയിപ്പിക്കാൻ പറ്റുന്നൊരു വിശ്വാസം അങ്ങേർക്ക് വരികയാണ്. സീനിൽ വേറൊരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ സ്പോർട്സ് ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് 30 മിനിറ്റ് മുമ്പത്തെ ഒരു കാര്യം. നമ്മുടെ ബോം ആണെങ്കിൽ ഈ സെയിം ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യം പറയുന്നുണ്ട്. അതായത് ഞാൻ ഈ സ്കൂളിൽ എത്തിക്സ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്, അതുകൊണ്ട് എനിക്ക് എത്തിക്സിൻ്റെ ലെവലിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ. അന്ന് അത്രയും പിള്ളേരുടെ മുമ്പിൽ വെച്ച് ഞാൻ എടുത്തത് ഒരു വൈറ്റ് ബോൾ ആയിരുന്നു, അപ്പം ഞാൻ ടീം വൈറ്റ് തന്നെയാണ് ചൂസ് ചെയ്യുന്നതെന്ന് പറയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോം പ്രതീക്ഷിക്കുന്നത് ഈ ഹെഡ് മാസ്റ്ററിന് ദേഷ്യം വരുന്നൊക്കെയാണ്, പക്ഷേ നമ്മുടെ ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുകയാണ് കേട്ടോ. കാരണം ഈ ഒരു ടീമിൻ്റെ ലീഡർ എന്നുള്ളൊരു പൊസിഷനിൽ നിന്ന് നമ്മുടെ ജയിക്കു പോയല്ലോ, അതിൻ്റെ സന്തോഷമാണ് ഇങ്ങേർക്ക്. ഹെഡ് മാസ്റ്റർ ചോദിക്കുന്നുണ്ട്, അല്ല മിസ് ബോം, നിങ്ങൾ ഇത്രയും നന്നായി സംസാരിക്കുമായിരുന്നോ? ഞാൻ ആദ്യമായിട്ട് നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നത്. മാത്രമല്ല നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾക്ക് ടീം വൈറ്റ് ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അതിൽ ചേർന്നോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഇവളൊന്നും ഞെട്ടുന്നുണ്ട്. അല്ല കഴിഞ്ഞ ദിവസം ഇങ്ങേര് ഇങ്ങനെ നല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ ആലോചിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇങ്ങേര് ഇപ്പോഴാണെങ്കിൽ ഹാപ്പിയാണ്, കാരണം നമ്മുടെ ലീഡറായ ജയിക്കു ആ ഗ്രൂപ്പിലില്ലല്ലോ, വൈറ്റ് ഗ്രൂപ്പിലില്ലല്ലോ. അപ്പോൾ അതെ, ഇതൊക്കെയാണ് ഇവള് വൈറ്റ് ചൂസ് ചെയ്യുന്നതിന് മുൻപ് സംഭവിച്ച കാര്യങ്ങൾ കേട്ടോ. ഇതറിയുമ്പോൾ നമ്മുടെ നായകനും ലോയറും ഒരുപോലെ ഞെട്ടുന്നുണ്ട്. എനിക്ക് നേരെ അവൻ്റെ നെഫ്യൂവിൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, അല്ല സത്യം പറഞ്ഞ് നീ എന്നെ പറ്റിച്ചതല്ലേ ചോദിക്കുമ്പോൾ നെഫ്യൂ പറയുന്നുണ്ട്, അല്ല എന്നോട് സെജിൻ പറഞ്ഞതാ ഈ ടീച്ചർ ബ്ലൂ ഗ്രൂപ്പിലാണെന്ന്, ഇപ്പം എന്താ ഇങ്ങനെയെന്ന് അറിയില്ല എന്ന് പറയാണ്. ഇതേ ഡൗട്ട് ലോയറായ ജുണ്ണ് അവൻ്റെ അനിയത്തിയുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്. അപ്പം അനിയത്തി പറയുന്നുണ്ട്, ആ ടീച്ചർ ഇപ്പോൾ ബ്ലൂ ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും ചേട്ടൻ എന്തിനാ ശ്രദ്ധിക്കണം, ചേട്ടൻ എന്നെ കുറിച്ച് മാത്രം ശ്രദ്ധിച്ചാൽ മതി പറയാണ്. എന്നിട്ട് സെജിൻ നമ്മുടെ നായകനെ നോക്കിക്കൊണ്ട് അവളുടെ ചേട്ടനടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ ടീച്ചർ എന്തിനാ സിയോളിന്ന് ഈ ഒരു കൺട്രി സൈഡിലേക്ക് വന്നിന്ന് ചേട്ടൻ അറിയുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജൂൺ ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇതെങ്ങനെ അറിഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സെജിൻ ചോദിക്കുന്നുണ്ട്, അല്ല ചേട്ടൻ എങ്ങനെ അറിഞ്ഞാൽ, ചേട്ടനോട് അച്ഛനെങ്ങാനും ആണോ ഈ ന്യൂസ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെജിൻ്റെ അച്ഛനും അമ്മയും ഒരു ദിവസം ഈ ഒരു ടീച്ചറെ കുറിച്ച് സംസാരിക്കുന്നത് ഇവൾ ഒളിഞ്ഞു നിന്ന് കേട്ടതാണ് കേട്ടോ. അതായത് ഇങ്ങനൊരു പുതിയ ടീച്ചർ ഈ മകളെ പഠിപ്പിക്കാനായിട്ട് വന്നപ്പോൾ അച്ഛൻ സെക്രട്ടറീനെയൊക്കെ വെച്ചൊന്ന് അന്വേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് സിയോളിന്ന് ഇവിടം വരെ വന്നതെന്ന്. അപ്പോൾ ഒരു പാരൻ്റായിട്ട് ഒരു അഫെയർ ഒക്കെ ഉണ്ടായി, അതിൻ്റെ ബേസിസിലാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മുടെ സെജിൻ അറിഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട വഴി നമ്മുടെ ജുണ്ണാണെങ്കിൽ സെജിൻ്റെ ചുണ്ടിൽ വിരൽ വെച്ചിട്ട് പറയുന്നുണ്ട്, നീ ഇത് ആരോടും തന്നെ പറയരുത് പറയാണ്. അപ്പോൾ സെജിൻ പറയുന്നുണ്ട്, ഞാനിത് ആരോടും പറയാതിരിക്കണമെങ്കിൽ ഈ കോമ്പറ്റീഷനിൽ നമ്മൾ, അതായത് ടീം ബ്ലൂ തന്നെ ജയിക്കണം. മാത്രമല്ല നമ്മുടെ നായികയായ ബോമിൻ്റെ അമ്മ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ആക്ട്രസ് ആണെന്നും അറിയാട്ടോ സെജിന്. അങ്ങനെ ഷിൻസു ഹൈസ്കൂളിലെ സ്പോർട്സ് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് റിലേ കോമ്പറ്റീഷൻ ആണ്. അങ്ങനെ നെക്സ്റ്റ് ആയിട്ട് ഓരോ ടീമിലുള്ള മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് കേട്ടോ. അതെ, നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ റെഫറി ആയിട്ട് ഈ ഒരു മാഷാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങേരുടെ ഈ അറ്റയറൊക്കെ കാണുമ്പോൾ ലാംഗ്വേജ് ടീച്ചർ ഈ ഒരു മാഷിനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇത് ഒളിമ്പിക്സ് ഒന്നല്ല, ചെറിയൊരു സ്പോർട്സ് ഫെസ്റ്റിവൽ ആണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു കേട്ടോ. ഇവർ രണ്ടുപേരും എപ്പോൾ കണ്ടാലും കീരിനെയും പാമ്പിനെയും പോലെ. ഈ സമയം നമ്മുടെ ജയ്ഗുവിൻ്റെ അടുത്ത് നെഫ്യൂ പറയുന്നുണ്ട്, അതെ സിറ്റുവേഷൻ ചേഞ്ച് ആയിന്ന് വെച്ചിട്ട് അങ്കിൾ എനിക്ക് ചെയ്തെന്ന പ്രോമിസ് മാറിയിട്ടില്ല എന്ന് പറയാണ്. എന്നിട്ട് അങ്കിളിനെ നോക്കാനായിട്ട് അങ്കിളിൻ്റെ ഫ്രണ്ടിനെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഗ്രാൻഡ് വന്നിട്ട് ജയ്ഗുവിൻ്റെ അടുത്ത് പറയുന്നത്, മോനെ നീ ഒരു കാരണം കൊണ്ടും പേടിക്കേണ്ട, നിന്റെ കൂടെ ഞാനില്ലേ, നിന്റെ ടീമിന് ഞാനില്ലേ എന്ന് പറയാണ്. മാത്രമല്ല നിന്റെ കാല് മുറിവേറ്റിരിക്കില്ലേ, അപ്പം നീ അനങ്ങണ്ട, പോയി റെസ്റ്റ് എടുക്കുമെന്ന് പറയാണ്. എന്നിട്ട് ഈ ഒരു റിലേ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ഈ ഗ്രാൻഡ്മ ഫ്രണ്ടിലേക്ക് പോവാണ് കേട്ടോ. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ നായിക നിൽക്കുന്നുണ്ട്. നായികയാണെങ്കിൽ അങ്ങ് ഷോക്കായി പോവുകയാണ്. ഇത് ശരിക്കും സംഭവിക്കാൻ പോവുകയാണ്, ഈ ഗ്രാൻഡ്മയാണോ പങ്കെടുക്കാൻ പോകുന്നത് നമ്മൾ ആലോചിക്കുകയാണ് കേട്ടോ. ഇതേ റിലേ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പോൾ ഇവള് നോക്കുമ്പോൾ നമ്മുടെ ജയ്ഗുവിനെ ആണെങ്കിൽ ജയ്ഗുവിൻ്റെ ഫ്രണ്ട് മുറുക്കെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ റിലേ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ബ്ലൂ ടീമിലത്തെ നമ്മുടെ ഹെഡ് മാസ്റ്ററും പിന്നെ നമ്മുടെ വൈറ്റ് ടീമിലെ നമ്മുടെ ബോമുമാണുള്ളത്. ഈ ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ ബോമിനെ ഒരു രീതിയിലും ഫ്രണ്ടിലേക്ക് കിടത്താനൊന്നും പറ്റുന്നില്ല, കുറേ ഫൗളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഒരുവിധം അവൾ ഓടി നമ്മുടെ ഗ്രാൻഡ്മയുടെ കയ്യിൽ അവളുടെ റിലേ കൊടുക്കുകയാണ്. പക്ഷെ ഗ്രാൻഡ്മ ആണെങ്കിൽ ഇവർ വിചാരിച്ച പോലെ ഒന്നുമല്ല, ആൾക്ക് അങ്ങനെ ഒരുപാട് സ്പീഡൊന്നുമില്ല, പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ സെജിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുകയാണ് കേട്ടോ. സെജിൻ എന്നിട്ട് നെഫ്യൂൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ ഒരു ഗെയിമിൽ ഞാൻ തന്നെ റിബൺ കട്ട് ചെയ്യുന്നു തോന്നുന്നു എന്ന് പറയണം. അതായത് റിലേയിൽ ഇവൾ തന്നെ ജയിക്കുന്നു തോന്നുന്നു എന്ന് പറയണം കേട്ടോ.
അങ്ങനെ ദേ നെക്സ്റ്റ് ഇവരാട്ടോ ഓടാനുള്ള. ഗ്രാൻഡ്മയാണെങ്കിൽ ഓടിയെത്തി കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ നെഫ്യൂവിൻ്റെ കയ്യിൽ ഇത് കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ നെഫ്യൂ വിചാരിച്ച പോലെയൊന്നല്ല, നല്ല സ്പീഡായിരുന്നു കേട്ടോ. പക്ഷേ അവൻ ഒരു ചീറ്റിംഗ് നടത്തുകയാണ്. അതായത് കയ്യിലുള്ള ആ ഒരു സ്റ്റിക്ക് തെന്നിപ്പോകുന്ന പോലെ അവൻ ദൂരേക്ക് വലിച്ചെറിയാണ് കേട്ടോ. ടീം വൈറ്റ് ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു നായക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഇവനാണെങ്കിൽ ഓടി ചെന്നിട്ട് ആ ഒരു സ്റ്റിക്ക് കടിച്ചെടുക്കുകയാണ്. പിന്നെ ഇവൻ്റെ വായിന്നത് കിട്ടാനൊക്കെ ഈ ടീം വൈറ്റിലെ ആൾ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സെജിൻ ഒറ്റ ഓട്ടം കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ ലാസ്റ്റ് മൊമെന്റിൽ ഇത്രയും കാര്യങ്ങൾ നടന്നുകൊണ്ട് തന്നെ നമ്മുടെ സെജിൻ ആട്ടോ റിലേ കോമ്പറ്റീഷൻ്റെ റിബൺ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ടീം ബ്ലൂ ഈ ഒരു കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കോമ്പറ്റീഷനിൽ ജയിക്കുകയാണ്. റോയർ നല്ല ഹാപ്പി ആയിട്ട് തുള്ളി ചാടുന്നുണ്ടെങ്കിലും നമ്മുടെ ബോമിൻ്റെ ഫേസ് കാണുമ്പോൾ ഇവന് ചെറിയ രീതിയിലൊക്കെ വിഷമാവുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോ ജേഗ്യൂനാണെങ്കിൽ മൊത്തത്തിൽ ദേഷ്യം വന്നിട്ടാട്ടോ നിൽക്കുന്നത്. ഇവന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ പ്രോമിസും കൊടുത്തു പോയി. ഇപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഗ്രാൻഡ്മ അവിടെ ഇരിക്കുന്നത് കേട്ടോ. ഗ്രാൻഡ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ജോയിൻ പെയിൻ ആണ്, ഇനി ഓടാൻ പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ ദേ ഫസ്റ്റ് കോമ്പറ്റീഷനിൽ ടീം ബ്ലൂ ജയിച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു പോയിന്റ് അവർക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ജേഗ്യൂനെ അവൻ്റെ ഫ്രണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് മാറ്റി കുറച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞൊരു സൈഡിലേക്ക് കൊണ്ടുപോയി നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇവൻ പോകുന്നത് കണ്ടിട്ട് ഇവനെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ബോം തൊട്ട് പുറകെ അങ്ങോട്ട് എത്തുന്നുണ്ട്. അവളുടെ കയ്യിലൊരു വൈറ്റ് ടീഷർട്ടും ഉണ്ട് കേട്ടോ. ബോമാണെങ്കിൽ ഓടി വന്നിട്ട് ഇവൻ്റെ മുട്ടും ഇടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവന് വേദനിക്കുന്നില്ല, പകരം വേദനിക്കുന്നത് നമ്മുടെ ബോമിന് തന്നെയാണ്. അപ്പോൾ ബോം പറയുന്നുണ്ട്, നിങ്ങൾ മുട്ടിന് വേദനയുണ്ടെന്നൊക്കെ പറഞ്ഞത് നുണയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇവളെന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കാരണമല്ലേ നിങ്ങളിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരുന്നത്, നമുക്കിടയിലുള്ള പ്രശ്നമൊക്കെ എന്തിനാ ഈ ഒരു ടീമിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്യുന്നതെന്ന് ബോം ചോദിക്കുകയാണ് കേട്ടോ. ഇവനാണെങ്കിൽ ഒന്ന് തിരിച്ചു പറയാനും പറ്റുന്നില്ല. അതിന് മുമ്പേ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോം എന്നിട്ട് പറയുന്നുണ്ട്, അന്ന് നിങ്ങളോട് അത്രയും റൂഡായിട്ട് ഞാൻ സംസാരിച്ചു, അത് എൻ്റെ സിറ്റുവേഷൻ അതായതുകൊണ്ടാണ് എന്ന് പറയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്താ സിറ്റുവേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവൾ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ പറയാം. അതായത് ബോംസിക്ക്, അതായത് ഇവരുടെ പെറ്റ് ഉണ്ടല്ലോ, ആ നായ്ക്കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റീസൺ നിങ്ങളോട് പറയാമെന്ന് പറയാണ്. നമ്മുടെ ജയ്ഗ്യൂനാണെങ്കിൽ അവൻ്റെ നെഫ്യൂന് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ജയ്ഗ്യൂ പറയുന്നുണ്ട്, അതെ ഞാനൊരു പ്രോമിസ് ചെയ്തു പോയി. അപ്പോൾ പ്രോമിസ് ഒന്ന് ട്വിസ്റ്റ് ആയിപ്പോയി. ഇപ്പം ഞാൻ അത് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഇത് തെറ്റിപ്പോവും, ഇത് കീപ്പ് ചെയ്താൽ അത് തെറ്റിപ്പോവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് നമ്മുടെ ബോമിൻ്റെ അടുത്ത് പറയാണ് കേട്ടോ. ബോമാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് അവിടെ മുട്ടുകുത്തി ഇരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ആ റിലേ കോമ്പറ്റീഷനിൽ നല്ല രീതിയിൽ ഓടിയ കാരണം മുട്ട് വേദനിച്ചിട്ട് പെട്ടെന്ന് ഇരുന്ന് പോയതാണ്. എന്നിട്ട് അവൾ ഇരുന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇരുന്നില്ലേ, അപ്പോൾ ഇങ്ങനെ എന്നിട്ട് ഞാൻ കാര്യം പറയാം. എന്നിട്ട് നമ്മുടെ ബോമാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ആക്ട് ചെയ്യാൻ കേട്ടോ. ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലാണ് അവൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ബോം കരഞ്ഞുകൊണ്ട് ഭയങ്കര സെൻറ്റി ആയിട്ട് പറയാണ്, ഇന്ന് വന്ന ആ ഗ്രാൻഡ്മ ഉണ്ടല്ലോ, ആ ഗ്രാൻഡ്മയ്ക്ക് 70 വയസ്സായി, എന്നിട്ട് നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് വന്നു. 12ാമത്തെ വയസ്സിൽ ആഗ്രഹിച്ചു തുടങ്ങിയതാ ഒരു മെഡൽ വാങ്ങണമെന്ന്, നമ്മളെ കൊണ്ട് അത് ചെയ്തു കൊടുക്കണ്ടേന്ന് പറയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നായകനാണെങ്കിൽ കണ്ണൊക്കെ നിറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവളുടെ അഭിനയം കേട്ടോ. ജേഗ്യുവിൻ്റെ മൈൻഡിലാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജേഗ്യു എന്നിട്ട് ഇവളുടെ അടുത്ത് പറയുന്നുണ്ട്, പറ്റില്ല മിസ് ബോം, എന്നെക്കൊണ്ട് ആ പ്രോമിസ് മാറ്റാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് പറയാണ്. കേട്ട വഴിക്ക് നമ്മുടെ ബോം ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ. പോണേക്കാളും മുമ്പ് ഒന്നുകൂടെ ഇവൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വളരെ ലാസ്റ്റായിട്ട് ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കാര്യം ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ബോമിൻ്റെ അമ്മയുടെ പുതിയൊരു മൂവി റിലീസ് ആവുകയാണ് കേട്ടോ. അതിൻ്റെ പ്രസ് കോൺഫറൻസും പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അമ്മയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് മൂവീസൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ 5 വർഷത്തിന് ശേഷം ഇങ്ങനൊരു മൂവി സെലക്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, ഈ സ്ക്രിപ്റ്റ്, അതായത് ഈ മൂവിയുടെ സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ മകളുമായിട്ട് ഒരുപാട് കമ്പാരിസൺസ് കിട്ടി, അതുകൊണ്ടാണ് ഈ ഒരു മൂവി ചെയ്യാൻ തീരുമാനിച്ചതെന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഒരു മെയിൽ റിപ്പോർട്ടർ ചോദിക്കുന്നത്, നിങ്ങളുടെ മകളുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം എന്തോ ഒരു ഇൻസിഡൻറ്റ് ഒരു പാരൻ്റായിട്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ആക്ട്രസ് പറയുന്നുണ്ട്, ഇതൊരു എനിക്ക് വേണ്ടിയുള്ള സ്പേസ് അല്ല, ഇത് ഇത്രയും ആക്ടേഴ്സിന് വേണ്ടിയുള്ള സ്പേസ് ആണ്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ അത് മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണലി എന്ന് പറയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ ജുൺ ആണെങ്കിൽ ബോമിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് 2 കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി സ്റ്റാഫ് റൂമിലേക്ക് വരികയാണ് കേട്ടോ. നമ്മുടെ ജുൺ ആണെങ്കിൽ ഓൾറെഡി നമ്മുടെ ബോമിന് കഴിക്കാൻ വേണ്ടിയിട്ട് ബോമിൻ്റെ അച്ഛൻ ഉണ്ടാക്കി കൊടുത്ത ആ ഫുഡ് ഐറ്റം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആ പാത്രം എടുത്ത് നോക്കുമ്പോൾ ആ പാത്രത്തിൽ നിന്ന് ഒരു തരി പോലും അവൾ കഴിച്ചിട്ടില്ല. പക്ഷെ തൊട്ടപ്പുറത്തിരിക്കുന്ന കവറിലുള്ള ഫുഡ് അവൾ കംപ്ലീറ്റ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കവറിൻ്റെ അടിയിലുള്ള നോട്ട് ഇവൻ വായിക്കുന്നുണ്ട്, അതിൽ ജേഗിയുടെ പേര് ഇവൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജേഗി വെച്ച ഫുഡ് ഇവൾ കംപ്ലീറ്റ് കഴിച്ചു, പക്ഷേ ജുണ്ണ് വെച്ചത് ഇവൾ കഴിച്ചിട്ടേ ഇല്ല ഒരു തരി പോലും. ജുണ്ണാണെങ്കിൽ സ്റ്റാഫ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഇതൊക്കെ ആലോചിച്ച് ദേഷ്യം വന്നിട്ട് അവൻ കൊണ്ടുവന്ന ആ കൂൾ ഡ്രിങ്ക്സ് എടുത്ത് കുടിച്ചിട്ട് വീണ്ടും പോവുകയാണ് കേട്ടോ കോമ്പറ്റീഷൻ. അതെ, ഇതുവരെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബ്ലൂ തന്നെയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടംവലി ആട്ടോ. അതെ, നമ്മുടെ ജുണ്ണിൻ്റെ അടുത്ത് അനിയത്തിയായ സെജിൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്ത് പറ്റി ചേട്ടാ എന്നൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഒന്നുമില്ല, ഞാൻ അടുത്ത കോമ്പറ്റീഷനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചതാന്ന് പറയാണ്. അങ്ങനെ ദേ 2 ടീമും 2 സൈഡിലായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റിൻ്റെ ടീമിൽ ഗ്രാൻഡ്മ പോയ കാരണം ഒരാൾ ഇപ്പം ഇല്ല.
അതേസമയം നമ്മുടെ ജയ്ഗു ആണെങ്കിൽ ഇരുന്ന് ആലോചിക്കുന്നത് നേരത്തെ നമ്മുടെ ബോം ഇവനോട് സംസാരിച്ച കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മുടെ ബോം വന്നിട്ട് ജയ്ഗുവിൻ്റെ അടുത്ത് ലാസ്റ്റായിട്ടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് വേറൊന്നുമല്ല, എനിക്ക് നിങ്ങളെ വേണം, എനിക്ക് നിങ്ങളെ വേണം തന്നെയാണ് അവൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവനി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇവിടെ വടംവലി സ്റ്റാർട്ട് ചെയ്യാറായിട്ടോ. അപ്പോൾ ദേ രണ്ട് ടീമും ഈ വടമൊക്കെ പിടിച്ചു നിൽക്കുന്ന സമയത്താണ് ഒരാളുടെ എൻട്രി. വേറെ ആരുമല്ല, നമ്മുടെ ജയ്ഗു ഈ റോപ്പ് പിടിക്കാനായിട്ട് കയറി വരികയാണ് കേട്ടോ. ജയ്ഗുവിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ടീം വൈറ്റ് ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവാണ്. അവരുടെ നേരെ ഓപ്പോസിറ്റ് ആവാണ് നമ്മുടെ ടീം ബ്ലൂ. അവർക്ക് ഭയങ്കര ടെൻഷൻ ആവുകയാണ് കേട്ടോ. ഇവൻ പറഞ്ഞാൽ ബോം തീരെ വിചാരിച്ചിട്ടില്ല അവൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഇവൻ വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നെഫ്യൂ ആണെങ്കിൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഈ അങ്കിൾ ഇപ്പോൾ കയറി വരുന്നത്. അങ്ങനെ ദേ നമ്മുടെ ജയ്ഗു വന്നിട്ട് ഉറക്കെ ഇവൻ സ്ഥിരം പറയാറുള്ള ഒരു ഹെയ് ഹോ ഉണ്ടല്ലോ, അത് ഉറക്കെ പറയാണ്. ജയ്ഗു വൈറ്റ് ടീമിൻ്റെ കൂടെ കൂടിയത് കാണുമ്പോൾ നമ്മുടെ ലോയർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ വടം പിടിക്കാനുള്ള ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഈ ടെക്നിക്ക് നമ്മുടെ ജയ്ഗു തന്നെയാണ് ഈ ഒരു ലോയറിന് നേരത്തെ പറഞ്ഞു കൊടുത്തത്. അതായത് നിങ്ങളുടെ കോറ് വല്ല ടൈറ്റ് ആക്കി പിടിക്കണം എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ ഈ ഒരു പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വടത്തിൻ്റെ ഏറ്റവും ബാക്കിലായിട്ടാണ് ബ്ലൂ ടീമിൻ്റെ റെപ്പും അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ടീമിൻ്റെ റെപ്പും നിൽക്കുന്നത്. അങ്ങനെ ദേ നല്ല ഫോഴ്സിലാണ് രണ്ട് സൈഡിൽ നിന്നും ഈ ഒരു പരിപാടി നടക്കുന്നത് കേട്ടോ. അങ്ങനെ ദേ രണ്ട് ടീമും വിൻ ചെയ്യുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മുടെ ജയ്ഗു ബാക്കിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജുണ്ണും ബാക്കിലാണ്. രണ്ടുപേരും ഓടി ഈ റോപ്പിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ജയ്ഗുവിൻ്റെ അടുത്ത് ജുൺ പറയുന്നുണ്ട്, ഈ ഒരൊറ്റ കാരണം കൊണ്ട് നിന്നെ ഞാൻ വിശ്വസിക്കാത്തത്, നീ എല്ലാവരും വിശ്വസിപ്പിക്കും, ലാസ്റ്റ് ആകുമ്പോൾ നീ നിന്റെ കാല് മാറുന്നു പറയാണ്. അപ്പോൾ ജയ്ഗു തിരിച്ചു പറയുന്നുണ്ട്, ഞാനല്ല, നീയാ എന്നെ പറ്റിച്ചേ, നീ എന്നെ ചതിച്ചത് എന്ന് പറയാണ്. എന്നിട്ട് ജയ്ഗു പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നോടല്ല, ഞാൻ നിന്നോടാ റിവഞ്ച് എടുക്കേണ്ടതെന്ന് പറയാണ്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ആണ് കേട്ടോ. അതായത് ഇവർ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈം ആട്ടോ കാണിക്കുന്നത്. നമ്മുടെ ജുണ്ണിനിട്ട് ഈ ഒരു സ്കൂളിലെ കുറച്ച് പിള്ളേർ ചേർന്ന് തല്ലി ചതക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് അവരുടെ ഇടയ്ക്ക് ഒരാൾ കയറി വരുന്നത്. ആരാടാ നീ എന്ന് പറഞ്ഞിട്ട് ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ സഞ്ജയ്ഗുവിനെ കേട്ടോ. അപ്പോൾ സഞ്ജയ്ഗുവിനെ കണ്ട വഴിക്ക് ഈ തഗ്സ് ആയിട്ടുള്ള പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കുകയാണ്. എന്നിട്ട് ഇവർ ഓടാൻ നിൽക്കുകയാണ്. സഞ്ജയ്ഗു ആണെങ്കിൽ നമ്മുടെ കുഞ്ഞു നെഫ്യൂനെ കയ്യിൽ പിടിച്ചിട്ടാട്ടോ നിൽക്കുന്നത്. ഓടിപ്പോകാൻ നിൽക്കുന്നവരോട് ജയ്ഗു പറയുന്നുണ്ട്, അതെ അവിടെ നിന്നിട്ട് ഈ വലിച്ചെറിഞ്ഞ സാധനങ്ങളൊക്കെ തിരിച്ചെടുത്ത് കൊടുക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ വന്ന് വലിച്ചിട്ട സാധനങ്ങളൊക്കെ തിരിച്ചെടുത്ത് ജുണിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ പിള്ളേരുടെ അടുത്ത് സഞ്ജയ്ക്ക് പറയുന്നുണ്ട്, ഈ ജുൺ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റുഡൻറ്റിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം. ഇനി നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം എന്നെ ബീറ്റ് ചെയ്യണം എന്ന് പറയാണ്. ഒക്കെ കേൾക്കുമ്പോൾ ബാക്കി പിള്ളേരാണെങ്കിൽ ഞങ്ങൾ ഇനി ഇവനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ് കേട്ടോ. ഈ സീനിൽ നമ്മുടെ ജയ്ഗു ആണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെഫ്യൂനെ പുറത്തിട്ട് വെച്ചിരിക്കുന്നത് ജുണ്ണാണ്. ജയ്ഗു ആണെങ്കിൽ നമ്മുടെ ജുണ്ണിൻ്റെ അടുത്ത് ഇവിടുന്ന് പോകാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ജുൺ ഉണ്ടോ പോകുന്നില്ല. നീ എന്നെ സ്കൂളിൽ പ്രൊട്ടക്ട് ചെയ്യ്, നിന്നെ ഞാൻ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്നാണ് ജുൺ പറയുന്നത് കേട്ടോ. ഇനി നിനക്ക് പഠിക്കാൻ സമയമില്ലെങ്കിൽ വേണ്ട, ഞാൻ വായിക്കുന്നത് നീ കേട്ടാൽ മതി എന്നാണ് ജുൺ പറയുന്നത്. ജയ്ഗു പറയുന്നുണ്ട്, ഞാൻ ഇനിയോട്ട് സ്കൂളിലേക്ക് വരുന്നില്ല, കാര്യം വേറൊന്നുമില്ല, എൻ്റെ കയ്യിൽ എന്തെങ്കിലും ക്യാഷ് കിട്ടുകയാണെങ്കിൽ തന്നെ അത് ഞാൻ എൻ്റെ നെഫ്യൂന് കഴിക്കാനുള്ള ഫുഡും അതും ഇതൊക്കെ വാങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ട്യൂഷൻ ഫീസ് പേ ചെയ്യാനുള്ള കാശൊന്നും എൻ്റെ കയ്യിലില്ല, ഞാൻ ഇനി പഠിക്കുന്നില്ലെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ജുൺ പറയുന്നുണ്ട്, നിൻ്റെ ട്യൂഷൻ ഫീസിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് അവൻ കണ്ടിന്യൂ ആയിട്ട് വായിക്കുകയാണ്. അതായത് ജയ്ഗുവിന് പഠിക്കാൻ വേണ്ടിയിട്ട് അവൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കുട്ടീനെ, അതായത് നമ്മുടെ നെഫ്യൂനെ പുറത്തിട്ടുകൊണ്ട്. ഇനി കാണിക്കുന്നത് നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ ആട്ടോ. അദ്ദേഹം വടംവലി അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജയ്ഗുവിൻ്റെ അടുത്ത് ജുൺ പറയുന്നുണ്ട്, ഞാൻ ഇന്നേ വരെ ലൈഫിൽ സെക്കൻഡ് ആയിട്ടില്ല, അന്ന് നിന്നെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്തതാണ് ഞാൻ ഏറ്റവും വലിയ തെറ്റെന്നാണ് ജയ്ഗുവിൻ്റെ അടുത്ത് ജുൺ പറയുന്നത് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജുൺ പറയുന്നുണ്ട്, ഞാൻ ഇത്ര നേരം അധികം ശക്തിയിലല്ല വലിച്ചത്, കാരണം ഇതൊക്കെ കാണുന്ന ഓഡിയൻസിന് എന്തെങ്കിലുമൊക്കെ ഒരു രസം വേണ്ടേ, പെട്ടെന്ന് തന്നെ കളി തീർന്നു കഴിഞ്ഞാൽ എന്താ രസം, അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ വലിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഒറ്റയടി വലി കൊടുക്കുകയാണ് കേട്ടോ. അതോടുകൂടി നമ്മുടെ ടീം വൈറ്റ് ജയിക്കുകയാണ്. ബ്ലൂവിലത്തെ എല്ലാ മെമ്പേഴ്സും നിലത്ത് വീഴുകയാണ്. അപ്പോൾ ദേ നമ്മുടെ ടീം ബ്ലൂവും ടീം വൈറ്റും ഇപ്പോൾ 2-2 എന്ന പോയിന്റിലാട്ടോ നിൽക്കുന്നത്. ജൂൺ നോക്കുമ്പോൾ ബോമും അതുപോലെ തന്നെ ജയ്ഗു ആണെങ്കിൽ ഇവരുടെ ടീമിനൊരു പോയിന്റ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാട്ടോ തുള്ളിച്ചാടാണ് രണ്ടാളും. അപ്പോൾ ദേ ഈ എപ്പിസോഡിൻ്റെ പാർട്ട് 2 അധികം ലേറ്റ് ആക്കാതെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്